തേർഡ് സ്റ്റാൻഡേർഡിലെ മാത്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മോഡ് നോക്കാം. റൈറ്റ് ദ നെയിംസ് ഓഫ് ഷേപ്സ് ഗിവൺ ബിലോ. ഡ്രോ എ പിക്ചർ യൂസിങ് ദീസ് ഷേപ്സ്. അറിയാലോ, ട്രയാങ്കിൾ, സർക്കിൾ, റെക്റ്റാങ്കിൾ. റൈറ്റ് ദ നമ്പർ നെയിംസ് ഓഫ് ദ ഫോളോയിങ്. നമ്പർ നെയിംസ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. 120, 198, 980, 270, 330. നമ്പർ നെയിംസ് എഴുതാൻ അറിയണം. നെക്സ്റ്റ്, ഹൂ ആം ഐ? I am a 3-digit number greater than 600. The sum of digits is 12. The digit in ones place and hundreds place are equal. അതൊരു റിഡിൽ പോലെ തന്നിരിക്കുകയാണ്. ഞാൻ ഒരു മൂന്നക്ക സംഖ്യയാണ്, ഗ്രേറ്റർ ദാൻ 600, 600ൻ്റെ മുകളിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം 3-digit നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 100 തൊട്ടിട്ട് എത്ര വരെയാണ്? 999 വരെയാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 600ൻ്റെ മുകളിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 600 തൊട്ടിട്ട് 999 വരെയുള്ള ഏതോ ഒരു നമ്പറാണ്. അടുത്തത് എന്താ പറഞ്ഞിരിക്കുക? സം ഓഫ് ഡിജിറ്റ്സ് 12 ആണ്. അതായത് 3 ഡിജിറ്റും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 12 എന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ എന്താ പറഞ്ഞിരിക്കുക? ദ ഡിജിറ്റ് ഇൻ വൺസ് പ്ലേസ് ആൻഡ് ഹൺഡ്രഡ്സ് പ്ലേസ് ആർ ഈക്വൽ. അതായത് വൺസ് പ്ലേസിൻ്റെ ഡിജിറ്റും അതുപോലെ തന്നെ ഹൺഡ്രഡ്സ് പ്ലേസിലുള്ള ഡിജിറ്റും എന്താണ്? ഒരേപോലെയാണ്, തുല്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏതായിരിക്കും നമ്പർ 600ൻ്റെ മുകളിൽ വരുന്നത്? വൺസ് പ്ലേസിലുള്ള ഡിജിറ്റും ഹൺഡ്രഡ്സ് പ്ലേസിലെ ഡിജിറ്റും ഒരേ നമ്പർ. അതുപോലെ തന്നെ കൂട്ടിക്കഴിഞ്ഞാൽ 3ഉം കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ 3 ഡിജിറ്റ്സും കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ 12 കിട്ടുന്നത് ഏതായിരിക്കും നമ്പർ? 606 അല്ലേ. 6 + 0 + 6 എന്താ വരിക? 12 ആണ്. ഹൺഡ്രഡ്സ് പ്ലേസിലെ ഡിജിറ്റും വൺസ് പ്ലേസിലെ ഡിജിറ്റും ഒന്നല്ലേ? 6. അപ്പോൾ 606 ആണ് വരിക. അടുത്തത്, മേക്ക് എ റിഡിൽ ഓഫ് യുവർ ഓൺ. നിങ്ങൾ സ്വയം ഒരു റിഡിൽ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒന്ന് ചെയ്ത് കാണിക്കാം. 213 എന്ന് പറഞ്ഞ നമ്പറിനാണ് റിഡിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങൾ സ്വയം ഒന്ന് ഏതെങ്കിലും ഒരു നമ്പർ വെച്ചിട്ട് നമുക്ക് റിഡിൽ ഉണ്ടാക്കാവുന്നതല്ലോ. ഇതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, അറിയുന്ന പോലെ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ പറയാം. ഐ ആം എ 3-digit നമ്പർ. ഒരു 3-digit നമ്പർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഐ ആം എ 3-digit നമ്പർ എന്ന് പറയാം. ഗ്രേറ്റർ ദാൻ 200. 200നെക്കാട്ടിലും വലുതാണല്ലോ 213. ദി സം ഓഫ് ഡിജിറ്റ്സ് ഈസ് 6. അതായത് ഡിജിറ്റുകളെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ 6 അല്ലേ. 213 3ഉം കൂടിയും കൂട്ടിയാൽ എത്രയാണ് വരിക? 6 ആണ്. ദ ഡിജിറ്റ് ഇൻ ഹൺഡ്രഡ്സ് പ്ലേസ് ഈസ് 1 ലെസ് ദാൻ ഡിജിറ്റ് ഇൻ വൺസ് പ്ലേസ്. അതായത് ഹൺഡ്രഡ്സ് പ്ലേസിലെ ഡിജിറ്റ് എന്ന് പറയുന്നത് 1 കുറവാണ്. വൺസ് പ്ലേസിലെ ഡിജിറ്റിനെക്കാട്ടിലും 1 കുറവാണ് അല്ലേ. 213 അല്ലേ. 3നെക്കാട്ടിലും 1 കുറവല്ലേ 2. ഇവിടെ ഹൺഡ്രഡ്സ് പ്ലേസിലെ ഡിജിറ്റ് 2, വൺസ് പ്ലേസിലെ ഡിജിറ്റ് 3. അപ്പോൾ ഡിജിറ്റ് ഒരു 1 കുറവല്ലേ. ഹൺഡ്രഡ്സ് പ്ലേസിലെ ഡിജിറ്റ് എന്ന് പറയുന്നത് വൺസ് പ്ലേസിലെ ഡിജിറ്റിനെക്കാട്ടിലും 1 കുറവാണല്ലോ. അപ്പോൾ ഇങ്ങനെ എഴുതണം. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ യു ക്യാൻ മേക്ക് ബൈ യൂസിങ് ദ ഡിജിറ്റ് 6, 3, 9. 6, 3, 9 വെച്ചിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ലാർജസ്റ്റ് നമ്പർ ഏതാണ്? നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 963 അല്ലേ. അതെ. ദ നെക്സ്റ്റ്, സ്മോളസ്റ്റ് നമ്പർ യു ക്യാൻ മേക്ക്. നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ചെറിയ നമ്പർ ഏതാണ്? 3, 6, 9. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ഫ്രം 300 to 400 വിത്ത് സം ഓഫ് ഡിജിറ്റ്സ് 12? അതായത് 300 മുതൽ 400 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട്? അതിൻ്റെ സം ഓഫ് ഡിജിറ്റ്സ് 12 കിട്ടുന്നത്. ഓക്കെ, 300 തൊട്ടിട്ട് 400 വരെ എന്ന് പറയുമ്പോൾ ഏതൊക്കെ നമ്പേഴ്സാണ് വരിക? ഫസ്റ്റ് നമ്പർ ഏതാ? 309 ആണ്. നെക്സ്റ്റ് 318, നെക്സ്റ്റ് 327, നെക്സ്റ്റ് 336, നെക്സ്റ്റ് 345, ദെൻ 354, 363, 372, 381, 390. അപ്പോൾ എത്ര നമ്പേഴ്സാണ്? 10 നമ്പേഴ്സ്. അപ്പോൾ ആൻസർ എന്താണ്? 10 ആണ് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് തന്നിരിക്കുന്നത് നോക്കൂ. കുറച്ച് നോട്ട്സ് കാണിച്ചിട്ടുണ്ട്. ഹൗ മച്ച് ഈസ് ദ ടോട്ടൽ എമൗണ്ട്? ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആഡ് ചെയ്ത് നോക്കൂ. 500, 200, 50, 10, 20, 780 കിട്ടും ആൻസർ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? റൈറ്റ് 500, 200 ഇൻ ഡിഫറെൻറ്റ് ഡിനോമിനേഷൻസ്. 500നെയും 200നെയും ഡിഫറെൻറ്റ് ഡിനോമിനേഷനിൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. നമുക്കിവിടെ തന്നിട്ടുണ്ടല്ലേ, കോളമായിട്ട് തന്നിട്ടുണ്ട്. നോട്ട്, നമ്പർ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 500നെ എങ്ങനെയൊക്കെ എഴുതാം? ഏതൊക്കെ ഡിനോമിനേഷനിൽ എഴുതാം? 200 1 നോട്ട് കൊടുക്കാം.
ദെൻ 100 2 ആക്കാം, 50 2. അപ്പോൾ 500 ആയല്ലോ. 200 ആണെങ്കിലോ 100 1, പിന്നെ 50 1, 10 5. അപ്പോൾ 200 ആയല്ലോ. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ചെയ്തതാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടോളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ നമ്പർ ഓഫ് കോക്കനട്ട് കളക്റ്റഡ് ഫോർ ഓണം സെലിബ്രേഷൻ ആർ ഗിവൺ ബിലോ. അതായത് ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട് തേങ്ങകൾ കളക്ട് ചെയ്തതിൻ്റെ നമ്പേഴ്സാണ് ചോട്ടിൽ കൊടുത്തിരിക്കുന്നത്. ക്ലാസ് വൈസ് ഫസ്റ്റ് ഡേ എത്ര കളക്ട് ചെയ്തു, സെക്കൻഡ് ഡേ എത്ര കളക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ക്ലാസ്സസ് ഏതൊക്കെയാണ്? ക്ലാസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഫസ്റ്റ് ഡേയിൽ ക്ലാസ് ഫസ്റ്റ് എത്ര കളക്ട് ചെയ്തു? 300. സെക്കൻഡ് ഡേയിൽ 200. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 500 എന്ന് എഴുതൂലോ. 300 200 500. ക്ലാസ് 2ൽ എന്താണ്? 410 410 120. അപ്പോൾ എത്രയാണ് വരിക? 400ൻ്റെ കൂടെ ഒരു 100 കൂട്ടിയ 500 ആയി. പിന്നെ 10 20 എത്രയാണ്? 30. അപ്പോൾ എത്രയാണ് വരിക? 530 ആയി. നെക്സ്റ്റ് 230 250 എത്രയാണ് വരിക? 200 200 എത്രയാണ്? 400 ആണ്. പിന്നെ ഒരു 50 30 അല്ലേ? എത്രയാണ് വരിക? 80 അല്ലേ? അപ്പോൾ 480 വരും. അടുത്തത് 400 180. അപ്പോൾ എത്രയാണ്? 580. വിച്ച് ക്ലാസ് കളക്റ്റഡ് ദ മോസ്റ്റ് നമ്പർ? ഏത് ക്ലാസ്സാണ് കൂടുതൽ കളക്ട് ചെയ്തത്? കോക്കനട്ട്സ് കളക്ട് ചെയ്ത് ഏത് ക്ലാസ്സാണ്? ക്ലാസ് 4 ആണ്. ഹൗ മെനി? 580 അല്ലേ? 580 എന്ന് എഴുതുക. പിന്നെ ക്യാൻ യു ഡ്രോ ദീസ് നമ്പർ ഇൻ അബാക്കസ്? നിങ്ങൾക്ക് ഈ നമ്പർ അബാക്കസിൽ വരയ്ക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. 580 ആണല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 100s പ്ലേസിൽ 5 ബീഡ്സ് വരയ്ക്കണം. 10s പ്ലേസിൽ 8 ബീഡ്സ് വരച്ചു കൊടുക്കുക. 1s പ്ലേസിൽ ഒന്നും വരയ്ക്കേണ്ട. 580 അല്ലേ? നമ്മൾ പാർട്ട് ഫസ്റ്റ്, പാർട്ട് സെക്കൻഡ്, പാർട്ട് തേർഡ് എന്നായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് കവർ ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും നാളത്തെ എക്സാമിന് ഓൾ ദ ബെസ്റ്റ്.